ഇല്ല, അവിടുന്ന് പറയാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണത് സൂക്കു വാലിയാണ്. ഹോം സ്റ്റേ അവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ട് ട്രക്കിംഗ് പോയിൻറ്റിൻ്റെ അവിടേക്ക്. ഞങ്ങൾക്ക് ഏകദേശം 1500 രൂപയാണ് ഈ റൈഡിന് വന്നത്. ഇത് അവിടുത്തെ ഓണർ തന്നെ ഞങ്ങളെ ഉണ്ടാക്കി തന്നത് ട്രക്കിംഗ് പോയിൻ്റ് അവിടേക്ക്. ബാർഗെയിനിങ്ങൊന്നും നടക്കുന്നില്ല, വേണമെങ്കിൽ കയറിയാൽ മതി, അല്ലെങ്കിൽ നടന്നു പോയിക്കോന്നാണ് അവർ പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. നമ്മ അവിടെ നിൽക്കുമ്പോൾ പോയവരാണ്. മാഗി ഇതാക്കരുത്. അതിലിഷ്ടട്ടോ ഇനിയിപ്പോ പറയൂ. എന്നോട് അതിലാണ് ഇതൊന്നും ഇഷ്ടമല്ല. മുറുക്കാൻ മടക്കുന്നു നല്ല കയറ്റാട്ടോ. ചിരിക്കാ നല്ല മണം എടുക്കുന്ന പറഞ്ഞാ നല്ല മണം ഉണ്ട്. നല്ല രീതിയിൽ നല്ലൊരു കയറ്റാണ്, പിന്നെ നല്ലൊരു ഓഫ് റോഡുമാണ്. ഇപ്പോൾ 4x4 ഒക്കെ മാക്സിമം കയറുള്ളൂ. ഹോം സ്റ്റേ അവിടുന്ന് ഏകദേശം ട്രക്കിംഗ് പോയിൻറ്റിലേക്ക് തന്നെ 45 മിനിറ്റ് പിടിക്കും. ഞങ്ങൾ ഏകദേശം 6:10 ആകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് അവിടുന്ന്. ഏകദേശം 6:30 ആയിക്കണ്. ഇനിയുണ്ട് ഒരു 25 മിനിറ്റ്സ്. പോണ വഴിക്ക് നല്ല വ്യൂ പോയിൻറ്റ്സൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ പോകുന്നത്. ട്രക്കിംഗ് പോയിൻ്റ് അവിടുന്ന് ഏകദേശം സൂക്കു വാലിക്ക് ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ട്രക്ക് ചെയ്ത് പോകണം. അപ്പോൾ അവർ കീറൂർ അവിടെ ഇറങ്ങി. അപ്പോൾ അവർ ബാമ്പുവിൻ്റെ ഒരു ഫാമുണ്ട്, അവിടേക്കാണ് അവർ പോണത്. അവിടുത്തെ വർക്കേഴ്സാണ്. അപ്പോൾ അവർ ഇതാണ് സ്റ്റാർട്ടിങ് പോയി. ഓക്കെ വടി ഇത്ര വടി കിട്ടി. നല്ല മരല്ലേ? അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഇവിടുന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ സമയം ഏകദേശം ഒരു 6:50 ആയിക്കണ്. അപ്പോൾ നടക്കൽ തുടങ്ങി. ഇനി ഒരു 13 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറേലും പിടിക്കും. 2-2.5-3 മണിക്കൂർ എന്തെങ്കിലും പിടിക്കും എന്നാണ് പറഞ്ഞത്. നമുക്ക് നടന്നു നോക്കാം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഗൈഡൊന്നുമില്ല, ആകെ പോണ വഴിക്ക് ഇങ്ങനെ കുറച്ച് ഡയറക്ഷൻസ് ഉണ്ട്, അത് നോക്കിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ വിസാമ വില്ലേജ് വന്നാൽ തന്നെ നമുക്ക് ട്രക്കിംഗ് പോയിൻ്റ് അവിടെ തന്നെ കുറേ വണ്ടികളുണ്ടാവും, ഷെയറിങ് ഓപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ വണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നടന്നു വരാവുന്നതാണ്. 2 ഓപ്ഷൻ വേണമെങ്കിൽ ഇതിൽ ചൂസ് ചെയ്യാം. സൂക്കു വാലി വരാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നിയറസ്റ്റ് വില്ലേജ് പറഞ്ഞാൽ വിസാമ വില്ലേജാണ്. അപ്പോൾ അവിടെ ഹോം സ്റ്റേസ് ഉണ്ട്, അവിടെ സ്റ്റേ നോക്കാം. പിന്നെ സൂക്കു വാലി ഉണ്ട്, സൂക്കു വാലിയിൽ ടെൻറ്റ് സ്റ്റേ ഉണ്ട്, ഡോർമെറ്ററി ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവാണ് അവിടെ, ഫുഡിനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ ടെൻറ്റ് ഉണ്ടെങ്കിലും ഇതിനും നമ്മൾ പേ ചെയ്യേണ്ടി വരും ആ ഒരു ഏരിയക്ക്. അപ്പോൾ ഈ കാണാൻ തോന്നുന്നു മുന്നത്തെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അത് ഇപ്പോൾ അടച്ചു പോയിരിക്കുന്നു.
അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് തന്നെയാണ് ഇതിൻ്റെ ടിക്കറ്റ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് 120 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. 5 മിനിറ്റ് പക്ഷെ അന്ന് ഞാൻ ഒരു ഉപകാരമില്ലാണ്ട് ഓരോരുത്തരും രസമായിട്ട് ഇങ്ങനെ വടി കുത്തണം. അപ്പോൾ തൃശ്ശൂർ ഗഡികൾ വന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇവിടുന്നാണ് ഇനി സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നല്ല രീതിയിൽ നല്ല കുത്തനുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഈ ഒരു എന്തൊരു സ്റ്റെപ്പ് തന്നെ ആവും. അപ്പോൾ നല്ല ശരിയായ നല്ലൊരു വലിയൊരു ഫോറസ്റ്റാണ്. അപ്പോൾ രാവിലെ ആരും കാണുന്നില്ല, ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നടന്നു നോക്കട്ടെ, ഞാൻ ആരെങ്കിലും കാണുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ മാഗിയും കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് എവിടെയെങ്കിലും കഴിക്കാനുള്ള ഇതിലാണ് പോകുന്നത്. അപ്പോൾ അതും ക്യാരി ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രക്കിങ് പോണത്. പെട്ടെന്നാണ്ട് വെയിലാണ്ട് പോയി. മഴ കിട്ടാണ്ടിരുന്നാൽ മതി. ഞാൻ പറഞ്ഞ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് വരാണ്. അപ്പം അവിടെ നിന്ന് കിട്ടും. ഫോഗ് കണ്ടു തുടങ്ങി. ഓ പോണ വഴിക്ക് ഇങ്ങനെ കുറേ ബോർഡുകൾ ഇങ്ങനെ മരത്തിന്മേൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ തോട്ട്സ് ആയിട്ട് സമയം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയൊക്കെ കണ്ടുപിടിച്ചവരാവും, അറിയില്ല. ഈ പൂപ്പലെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചല്ലേ? ഈ പൂപ്പലിനാണ് ഉദ്ദേശിച്ചത്. അവിടെ നാട്ടിൽ കാണാത്ത എവിടെ എവിടെ നാട്ടിൽ സാധനമൊക്കെ ഉണ്ട്. ഓടാ ഞാൻ കണ്ടിട്ടില്ല. കുത്തനുള്ള കയറ്റാ, നല്ല കുത്തനുള്ള കയറ്റാ. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. വെള്ളച്ചാട്ടം ഉണ്ട്. കറക്റ്റ് ഫോറസ്റ്റ് കരടിന് കേട്ടോ ഇവിടെ. ശരി ചുരടി എന്നാ ഇത് പോപ്കോണോ? എന്തോ നിലത്ത് കാട്ടിന്ന് കാട്ടിന്നോട്ടോ. കാടിന്റെ നിയമം തെറ്റിക്കണ്ട നമ്മള്. ഹലോ കുറച്ച് വേണ്ടേ? സിറ്റടിക്കട്ടെ. നോക്കിയപ്പോ ഇനി കുറച്ച് തണുപ്പ്
അവിടെ കച്ച് പോലെ വിട്ടാ കുറച്ച് വലുതെടുക്കാൻ നോക്കിയതാ. ആദ്യ കുട്ടാ നിലത്ത് വേണ്ട തീർത്താലേ മേലെ കയറി കഴിക്കുമ്പോൾ അത് ഫീൽ ഉണ്ടല്ലോ. നമ്മ അന്ന് മഞ്ഞത്ത് കളിച്ചില്ലേ? മുത്ത എങ്ങനെയുണ്ട്? ഇത് കിട്ടില്ല മുത്ത, നല്ല അവസാനമാണ്. ഉണ്ടാക്കി കയറ്റി തരാം. ഷെയ്മോനിക്ക് ഷെയ്ക്കിന് ഉണ്ടേട്ടാ കൊടുക്കണേ, നമുക്ക് കഷ്ടാണ്. എന്റെ ഫോണാണ്. വെള്ളം എടുത്തച്ചാ അത് കിട്ടൂല. എടാ ഇവിടെ കുറെ കാണാത്താണല്ലോ. ഈ കളയിലട മത്താപ്പ ഈ നത്താപ്പി ഒന്നും അറിയില്ല. മോശയില്ലേ? വേണ്ട അവിടെ കിടന്നോട്ടെ, അവിടെ നോട്ടെ. വേണ്ട 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 അത് അടുത്ത പൊട്ടി. അടിക്ക് എടുക്കണ്ടാ, വേസ്റ്റ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. സിറ്റി ലൈഫ് സിറ്റി ലൈഫാ. സിറ്റി ലൈഫ് മല്ലാടൊക്കെ കൊണ്ടുപോയി വീട് വെച്ചിട്ടേ അത് അടുത്ത് അത് ഇപ്പൊ ചവിട്ടല്ലേ എന്റെ കാലിന്റെ അടിയല്ലേ? അന്റെ ബർക്കത്തിത്തെ ബീഫ് നല്ല മൂവിങ് ഉണ്ടോ ബസി? അത് ഞങ്ങൾക്കൊരു ഇരിക്കാനുള്ളൊരു സ്ഥലം കിട്ടി. അപ്പോൾ അവിടെ ഞങ്ങളൊരു മാഗി കുടിച്ച് കഴിച്ച്. ഇനിയിപ്പോൾ ഇനിയുണ്ട് ഒരുപാട് മേലെ കയറാൻ. ഇനി അടുത്തൊരു ഇരിക്കാനുള്ള വല്ല സ്പോട്ട് കിട്ടിയാൽ അപ്പോൾ അടുത്ത മാഗി പൊട്ടിക്കുന്നതാണ്. മൂടിലപ്പോൾ നടക്കണം ഞങ്ങൾ. വീഡിയോഗ്രാഫർ മാറി, വീഡിയോ ഫ്രം അപ്ഷി. ഇതൊക്കെ കാണണട്ടാ. എന്നിട്ട് ഇതേപോലെ സ്റ്റോറേജ് ഇതായിട്ട് ഈ ഡിലിറ്റ് ചെയ്ത് കളയായിരുന്നു. ഈ കളിക്കല്ലേ ഈ വെറുതെ. ഇതെന്താ ഇതെന്തന്നെ നായടിക്കൂട്ടം. വിമ്പൽ കാട്ടിത്തെ മതില്ലേ നീ? ഇതന്നെ വീഡിയോയിൽ നമുക്ക് കുത്തനെ മനസ്സിലാവില്ലടാ. അപ്പോൾ റെസ്റ്റിംഗ് ക്യാമ്പ് കണ്ട്. അപ്പോൾ കുറച്ചേരം അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ അടുത്ത് കയറാൻ നോക്കിയത്. അപ്പോൾ ഇനിയുണ്ട് ഒരുപാട് മേലേക്ക്. അപ്പോൾ അവിടെ മാപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഇനിയുണ്ട് മേലേക്ക് കയറാൻ. അവിടെ നിന്നും ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട്. 250 മീറ്ററാണ് മേലേക്ക് കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയുണ്ട് ഒരുപാട് മേലേക്ക്. സൂക്കുബേലയുടെ ട്രക്കിന് വരികയെന്ന് എന്തായാലും വാട്ടർ ബോട്ടിൽ എന്തായാലും ക്യാരി ചെയ്യേണ്ടി വരും. കാരണം നല്ല കിതക്കുണ്ട്, നല്ല കുത്തങ്ങളെ കയറ്റാൻ നല്ല കിതപ്പുണ്ട്. അപ്പോൾ മാക്സിമം എന്തായാലും വെള്ളം ക്യാരി ചെയ്യുക. എന്ത് ഇഞ്ഞോണ്ട് ഇട്ടില്ല.
കുറെ ബോർഡുകൾ ഇവിടെ. 6:35 ബുക്കുകളെ ഇതിലുള്ളത്. 6:35 എത്തിയാണ് അവിടെ. അപ്പോൾ വലിയൊരു പാറ ഉണ്ട്. പാറ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കയറൊക്കെ കിട്ടുന്നുണ്ട്. കയറിപ്പോൾ തുണി പിടിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ ഏകദേശം അങ്ങനെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് അവിടേക്ക് എത്താറായി. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വ്യൂ പോയിൻ്റ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ടാവും സൂക്ക് വാലിക്ക്. അപ്പോൾ അതൊരു നിരപ്പായ പാതയാണ്. അപ്പോൾ ഒരു 4-5 മല നമ്മൾ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. അതാണ് ഒരു 8 കിലോമീറ്ററിൻ്റെ ഒരു ഇത് വരുന്നത്. നൈസ് വ്യൂ അല്ലേ? ഇതാ വെള്ളം കിട്ടോ നോക്കിട്ടോ. നോക്കി ഞാനെന്നാ അപ്പോൾ ഞങ്ങൾ ആ 8 കിലോമീറ്റർ സ്റ്റാർട്ട് ചെയ്ത് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട് സൂക്ക് വാലി വ്യൂ പോയിൻറ്റിലേക്ക്. അപ്പോൾ ഏകദേശം ഒരു 7:50 ആയിക്കണ്. ഇനി ഏകദേശം 2 മണിക്കൂറിൽ മിനിമം വേണ്ടി വരും ഒരു 8 കിലോമീറ്റർ കവർ ചെയ്യാൻ. അപ്പോൾ 2 സൈഡിലും നല്ല രീതിക്ക് നല്ലൊരു മോളയുടെ സൈസ് പോലത്തെ ഒരു ഇല തോന്നുന്നത്. അതാണ് 2 സൈഡിലും കാട് പോലെ ഇങ്ങനെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇനിയുള്ളൊരു 8 കിലോമീറ്റർ. പക്ഷെ പോണ വഴിയെന്ന് വെച്ചാൽ ഉഷാർ സ്ഥലമാണ്. നാഗാലാൻഡിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് സൂക്ക് വാലി. മുളവർഗം മുള പോലത്തെ ഒരു അല്ലേ? ലാൻഡ്സ്കേപ്പ് സ്ഥലം ഇഞ്ഞുണ്ട്. സ്ഥലം ഇനിയുണ്ടാവും ഇവിടെ.